ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ജപ്പാനിനെ പറ്റിയും എന്താ ഞാൻ പഠിക്കുന്നത്, എങ്ങനെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലായിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്, എവിടെ പോയി പഠിക്കും, ലൈക്ക് അങ്ങനെ ഒരുപാട് റിസൾട്ട് വന്നപ്പോൾ ജപ്പാനിലോട്ട് ട്രൈ ചെയ്യാൻ UCD അപ്ലൈ ചെയ്തു. ഇങ്ങോട്ടോട് ഞാൻ ഉദ്ദേശിച്ചത് CUET സ്കോളർഷിപ്പും കിട്ടും. പറഞ്ഞത് ജാമിയ മിലിയ ഇസ്ലാമിയ ഡൽഹിയിലുള്ള ജപ്പാനിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. നെക്സ്റ്റ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് ഞാൻ എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്താലോ എന്ന്. എടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ കുറച്ചായിട്ട് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടെന്ന് റിയലൈസ് ചെയ്തു. ആൻഡ് ഈ വന്ന ആളുകൾക്കൊന്നും ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ആരാ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് റിപ്പീറ്റഡ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്, ആൻഡ് റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതും മോശമാണല്ലോ. അപ്പോൾ ഐ തോട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. എന്നെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എവിടെയാണുള്ളത്, ഞാൻ എന്താണ് പഠിക്കുന്നത്, ഓർ ഞാൻ എന്താണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിചാരിച്ചു. ഇനി ഞാൻ ഇതിൻ്റെ മുന്നേയും യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. സ്കോളർഷിപ്പിന് മാത്രമായിട്ടും ജപ്പാനിൽ പഠിക്കുന്നതിന് മാത്രമായിട്ടും വർക്കിൻ്റെ പാർട്ട് ടൈംസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ്ലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്, എൻ്റെ എഡ്യൂക്കേഷൻ ജേർണി, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. പക്ഷേ പഠിക്കേണ്ട എല്ലാം നമ്മൾ കവർ ചെയ്യും, സ്ലോലി കവർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഞാനിപ്പോൾ ജപ്പാനിലെ ടോക്കിയോ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ 3rd ഇയർ ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 3rd ഇയറിൽ ഫസ്റ്റ് സെമസ്റ്റർ 2 ദിവസം മുന്നേ കഴിഞ്ഞു. ഓഫ്ലൈൻ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഓൺലൈൻ സബ്മിഷൻസും കാര്യങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ 3rd ഇയറിൽ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. ആൻഡ് ഇനി 1.5 വർഷം കൂടിയാണുള്ളത്. മൊത്തം 4 വർഷമാണ് ഈ കോഴ്സ് വരുന്നത്. എൻ്റെ കോഴ്സിൻ്റെ പേര് ഡിജിറ്റൽ ബിസിനസ് ആൻഡ് ഇന്നോവേഷൻ എന്നാണ്. ഒരു BSc കോഴ്സാണ്. 4 വർഷമാണ് വരുന്നത്. അപ്പോൾ ഞാനോർത്തു ഒരുപാട് ആളുകൾക്ക് എന്താണ് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും ഈ കോഴ്സ് എടുക്കാൻ പറ്റുക, അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ കോഴ്സിൻ്റെയും എൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെയും കാര്യങ്ങൾ പറയണ മുന്നേ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം. കാരണം അതും ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 12th കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്ന സ്ട്രീം. കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് വരുന്ന സബ്ജക്ട്സ് പറയുമ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് ആൻഡ് ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ 6 സബ്ജക്ട്സാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് എങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത് എന്ന് വെച്ചാൽ, 10th കഴിഞ്ഞു. 10th നമുക്ക് കൊറോണ ബാച്ച് ആയിരുന്നു ഞാൻ 10th എഴുതിയിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് 10th ആ എക്സാമിൻ്റെ കുറച്ച് മുന്നേ മാത്രം കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ. അതിൽ നമ്മൾ പെട്ടെന്ന് പോയി എക്സാം എഴുതി കഴിഞ്ഞു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ 11th ആണെങ്കിലും കുറേ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. എല്ലാം ലാസ്റ്റ് മൊമെൻറ്റിൽ അടിപൊളിയായി ചെയ്യുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യം ഇന്ന് ചെയ്താലേ എനിക്കിന്ന് സമാധാനത്തിലിരിക്കാൻ പറ്റുള്ളൂ. ഐ ഹാവ് ടു ഡു എവറിത്തിങ് ഏർലിയർ. അപ്പോൾ 10th കഴിഞ്ഞ ഉടനെ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. ഇനി എന്ത് കോഴ്സ് എടുക്കും, എവിടെ പോയി പഠിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബയോ സയൻസ് ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്തു. അതൊരു CBSE സ്കൂളായിരുന്നു. ഞാൻ 10th വരെ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ 10th എനിക്ക് നമ്മൾ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ 10th പഠിച്ച സ്കൂൾ ഗാർഡൻ വാലി പറഞ്ഞിട്ടുള്ള സ്കൂളായിരുന്നു. മലപ്പുറം ജില്ലയിലെ ഗാർഡൻ വാലി പറഞ്ഞിട്ടുള്ള സ്കൂളാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞില്ല അല്ലേ, 10th വരെ പഠിച്ചത്. നല്ലൊരു സ്കൂളായിരുന്നു. ഐ ലവ് ദ പ്ലേസ്, ഐ ലവ് ദ പീപ്പിൾ, ഐ ലവ് ദ ടീച്ചേഴ്സ്. ഞാൻ CBSE സ്കൂളിൽ ബയോ സയൻസിന് പോയി ജോയിൻ ചെയ്തു. മൈൻഡ് യു, ഈ സമയത്ത് എൻ്റെ 10th റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഐ വാസ് സോ ആങ്ഷ്യസ്. ഞാൻ അഥവാ നമുക്ക് ഫുൾ A+ ഇല്ലെങ്കിൽ നല്ലൊരു സ്കൂളിൽ കിട്ടൂല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരിതിൽ ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ, നല്ലൊരു അടിപൊളി സ്കൂളായിരുന്നു, അവിടെ പോയിട്ട് ബയോ സയൻസിന് ജോയിൻ ചെയ്തു. ബയോ സയൻസ് എടുത്തു നമുക്ക് പിന്നീട് ഏത് ഫീൽഡിലോട്ട് വേണമെങ്കിലും മാറാമല്ലോ. പക്ഷേ അത് CBSE ആയതുകൊണ്ടും ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന കുട്ടികളാണ്. കുറച്ച് ദിവസം ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. കാരണം ആ ടീച്ചേഴ്സിന് ആ കുട്ടികളിനെ ഓൾറെഡി അറിയാം, ആ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ ഇറ്റ് വാസ് വെരി സ്ട്രേഞ്ച് ഫോർ മീ ടു ബി ഇൻ ദാറ്റ് എൻവയോൺമെന്റ്. പിന്നെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം. അപ്പോൾ ഞാൻ അതവിടെ നിർത്തി. പിന്നെ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാ കുട്ടികളും ചെയ്യണ പോലെ നല്ല വഴിയിൽ പോയിട്ട് നമുക്ക് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നുണ്ടായി. കാരണം മെഡിക്കൽ ഞാൻ എന്തായാലും ഉപേക്ഷിച്ചു. പിന്നെ നമുക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കാരണം ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് പോകാനാണ് വിചാരിച്ചത്. പക്ഷേ ഹ്യൂമാനിറ്റീസിന് നമ്മുടെ അവിടെ ഞാൻ
ലൈക്ക് ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് നല്ല സ്കൂളുകളില്ല. നമ്മുടെ വീടുള്ള പഞ്ചായത്തിൽ ഏത് സ്കൂളാണോ അതാവും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് ആ സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് അത്രയും നല്ലൊരു ഇതായിരുന്നില്ല. ലൈക്ക് അപ്പോൾ ഐ തോട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. അതാവുമ്പോൾ നമുക്ക് അപ്പോഴും നമുക്ക് ടെൻഷനാണല്ലോ ഏതൊക്കെ ഫീൽഡിലോട്ട് പോകാൻ പറ്റുന്നൊക്കെ ഉള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ സയൻസിൻ്റെ പോലെ തന്നെ ഒരുപാട് ഫീൽഡിലോട്ട് പോവാം. അപ്പോൾ ഐ തോട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാമെന്ന്. അതിൻ്റെ അലോട്ട്മെൻറ്റിന് കൊടുത്തപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ പഞ്ചായത്തിലില്ലായിരുന്നു, പക്ഷേ അപ്പുറത്തെ പഞ്ചായത്തിലുള്ളൊരു നല്ല സ്കൂളായിരുന്നു. അതൊക്കെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എനിക്കറിയില്ല. എനിവേസ് ഓക്കെ, അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഏത് സ്കൂളിലാണെന്നുള്ളതിലൊന്നും കാര്യമില്ല. കാരണം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം. അത് മാത്രമല്ല 11th and 12th ആകുമ്പോൾ നമുക്ക് സ്പൂൺ ഫീഡിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. മിക്കവാറും എല്ലാവരും സൈലവും എന്താണ് എക്സാം വിന്നറും എന്തായാലും ഞാൻ ചാനൽസിൻ്റെ പേരെല്ലാം മറന്നു. ഇങ്ങനെയെല്ലാം തന്നെ ആയിരിക്കും എല്ലാവരും പഠിക്കുന്നതാവുക. നമ്മളെല്ലാവരും അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായത്. പ്രത്യേകിച്ച് സ്കൂളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ടൊന്നുമല്ല. ആ ഓൺലൈൻ ചാനൽസ് കണ്ടിട്ട് യൂട്യൂബ് ചാനൽസിൽ നിന്ന് മാത്രമാണ് നമ്മൾ 12th എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയത്. എടുത്തു ഇത്രയും സബ്ജക്റ്റായിരുന്നു ഉണ്ടായത്. ഫസ്റ്റ് ഇയർ എനിക്ക് 93% എന്തോ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് 91% ടോട്ടൽ വരുന്ന പെർസെൻറ്റേജ് 91 എന്തോ പെർസെൻറ്റേജ് ആയിരുന്നു. ഞാൻ ചിത്രം വരയ്ക്കാനും ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഐ തോട്ട് ഡിസൈൻ ഫീൽഡിൽ എന്തെങ്കിലും പോവാന്ന്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്യാഗ്രഹമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ലൈക്ക് കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ബെസ്റ്റ് കാര്യം ട്രൈ ചെയ്യുക. അത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ ഞാൻ ഡിസൈനിങ് പഠിക്കാൻ വിചാരിച്ചു. അതായത് BDes ബാച്ചിലേഴ്സ് ഓഫ് ഡിസൈനിങ് പഠിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫേസ്റ്റായിട്ട് എഴുതിയത് ഫാഷൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്താ അറിയില്ല, ഫാഷനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഡിസൈനിങ് മാത്രമാണ് താല്പര്യം ഉണ്ടായത്. അപ്പോൾ ഞാൻ UCED പറഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, എനിക്ക് വല്ല അറിവൊന്നുമില്ല. 12th പഠിക്കുമ്പോഴാണ് ഇതെല്ലാം നടക്കണേ. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു എക്സാം. ഞാൻ മലപ്പുറം ജില്ലയിലാണ്, ഞാൻ പറഞ്ഞല്ലോ അല്ലേ. കോഴിക്കോടായിരുന്നു എനിക്ക് സെൻറ്റർ കിട്ടിയത്. ഞാൻ അവിടെ പോയി എക്സാം എഴുതി. എൻ്റെ ഒരു കസിനും കൂടി നമ്മൾ രണ്ടുപേരും കൂടി രാവിലെ ചില്ലാക്കി എക്സാം എഴുതാൻ പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എക്സാമും കാര്യങ്ങളും ഓഫ്കോഴ്സ് ഞാൻ പഠിക്കാണ്ടാണ് പോയത്, പാസ്സാകാൻ പോണില്ല. അതിലെനിക്ക് വലിയ ലൈക്ക് പ്രിപ്പയർ ചെയ്താൽ കിട്ടും അത്യാഗ്രഹം. അഗെയിൻ നമ്മൾ പ്രോപ്പറായി പ്രിപ്പയർ ചെയ്താൽ കിട്ടുമായിരിക്കും എന്നുള്ളൊരു തോട്ട് വന്നെങ്കിലും അവിടെ പോയപ്പോൾ അവിടെ വന്ന സ്റ്റുഡൻസ്, ആ ഒരു എൻവയോൺമെൻറ്റ് അതെനിക്ക് ഒട്ടും ലൈക്ക് വൈബ് സെറ്റായില്ല. അപ്പോൾ ഞാൻ ഓർത്തു നെക്സ്റ്റ് 4 years അല്ലെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് 6 years ഞാൻ ഈ ഒരു എൻവയോൺമെൻറ്റിലാണോ ഞാൻ പഠിക്കേണ്ടത്, ആ ഒരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ തന്നെ എനിക്ക് ലൈക്ക് ഐ ഡോണ്ട് ബിലോങ് ദർ, ഈ ഒരു എൻവയോൺമെൻറ്റിലല്ല ഞാൻ. ഡിസൈനിങ് എന്നുള്ള പ്ലാൻ ഞാൻ അവിടെ ഉപേക്ഷിച്ചു. ലൈക്ക് ആ ഒരു എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയതോടെ ഞാൻ ഉപേക്ഷിച്ചു. എനിക്ക് ഡിസൈൻ വേണ്ടാന്ന് ഞാൻ ഉപേക്ഷിച്ചു. ബട്ട് ഐ സ്റ്റിൽ ലൈക്ക് ഡിസൈൻ, ലവ് ദ പീപ്പിൾ ഹു ആർ സ്റ്റഡിങ് ദർ. പക്ഷേ ഐ പേഴ്സണലി കാൺട്ട് ബി ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഓർ ഇൻ ദാറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീണ്ടും എൻട്രൻസ് എക്സാംസ് കാര്യങ്ങളാണല്ലോ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടാണ് പിന്നെ നമുക്കുള്ളത്. എഞ്ചിനീയറിംഗ് ഫീൽഡ് എനിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. എന്താണെന്നറിയില്ല, ബട്ട് ഐ വാസ് വെരി മോട്ടിവേറ്റഡ് ടു ഡു ദാറ്റ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് മൈ ഫസ്റ്റ് ഓപ്ഷൻ വാസ് ഓഫ് കോഴ്സ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഞാൻ ഫൈൻ ആർട്സ് ആണ് എടുക്കാൻ വിചാരിച്ചത്. ഡിസൈൻ ഉപേക്ഷിച്ചെങ്കിലും ആർട്ട് വാസ് സ്റ്റിൽ ദർ. കാരണം അപ്പോഴും നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും വിഷ്വൽ ആർട്ടും ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ആർട്ട് എടുക്കാൻ വിചാരിച്ചു. 12th ചെയ്യുന്ന ഒപ്പം തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ നാട്ടിലുള്ളൊരു CUET ആണ് നമ്മൾ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ ഞാൻ അടുത്ത് തന്നെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോട്ടക്കിലുള്ളൊരു ലാ പ്രോക്സിമ പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്തു. ആൻഡ് നല്ല എൻവയോൺമെൻ്റ് ആയിരുന്നു. അവിടെയുള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചിറങ്ങിയ ആളുകളും നല്ല നിലയിലെത്തിയിട്ടുള്ള ആളുകളാണ്. ആൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവരെ ലൈക്ക് അവരുടെയും കൂടെ ആവശ്യമാണ് നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിൽ നല്ല നിലയിലെത്തണം എന്നുള്ളത്. ആൻഡ് പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്കുണ്ടായ പ്രോബ്ലം എന്താ വെച്ചാൽ, ഈ ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ ഫീൽഡ് ഒരുപാട് ആളുകൾ എടുക്കുന്ന ഒരു ഫീൽഡല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് മുന്നേ പഠിച്ച അലൂമിനീസ് ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടുത്തെ നമ്മുടെ അദ്നാൻ സാർ എന്ന് പറയും, അദ്നാൻ സാർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. മൂപ്പര് ഓൾറെഡി യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന ഫൈൻ ആർട്സ് ചെയ്യുന്ന കുട്ടികളുടെ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് റെഡിയാക്കി തന്നു. ഞാൻ അവരുടെ അടുത്ത് നിന്ന് ലൈക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചു. പിന്നെ നമുക്ക് ഫൈൻ ആർട്സിന് എക്സാം വരുന്നത് 3 സെക്ഷൻസ് ആയിട്ടാണ്. 2 ഡ്രോയിങ്, ഒരു തിയറി. അപ്പോൾ ഇതിനു വേണ്ടി തിയറി നമ്മൾ ഓൾറെഡി എല്ലാ കോമൺ ടെസ്റ്റിനും വരുന്ന പോലെ തന്നെ ആയിരുന്നു. പക്ഷേ മറ്റേത് ഞാൻ കുറച്ച് പഠിക്കേണ്ടി വന്നു. ആർട്ട് ഞാൻ കുറച്ചൊന്ന് ലൈക്ക് പൊടി തട്ടിയെടുത്തു. പിന്നെ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഫാമിലി ജപ്പാനിലാണ് ഉണ്ടായത്. ഞാനൊരു 11th പഠിക്കുമ്പോഴാണ് അവരിങ്ങോട്ട് മൂവ് ചെയ്തത്. എൻ്റെ അങ്കിളും ആൻറ്റി എല്ലാം ഇവിടെ കുറേ കാലമായിട്ട് സെറ്റിൽഡാണ് ജപ്പാനിൽ. അങ്കിളൊരു എഞ്ചിനീയറാണ്. അപ്പോൾ അവരിവിടെയാണുള്ളത്. ആൻഡ് എൻ്റെ ഫാമിലി കൂടെ കുറച്ചായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു ഞാൻ 11th പഠിക്കുമ്പോൾ. അപ്പോൾ ഈ 12th പഠിക്കുമ്പോഴൊക്കെ ഞാൻ നാട്ടിൽ ഒറ്റക്കാണുള്ളത്.
ആൻഡ് അപ്പോൾ അവരെന്നോട് ജപ്പാനിലോട്ട് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ കാര്യം എനിക്ക് ജാപ്പനീസ് അറിയില്ല. പിന്നെ നമുക്ക് ജപ്പാനിലോട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയും കാര്യങ്ങളും ഒന്നുമില്ല നാട്ടിൽ. ഇപ്പം ഉണ്ട് തോന്നുന്നു, പക്ഷേ ഭയങ്കര ലിമിറ്റഡ് ആണ്. ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഒരു പാട്ട് ഇവിടുന്ന് ഇങ്ങനെ പാടേണ്ടത് അങ്ങോട്ട് കേൾക്കുന്നുണ്ടാവുമോ എന്തോ, ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, പാട്ടു കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. മൈക്ക് റിയലി വർക്ക്. ഈ മൈക്കിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പറയാം. മൈക്കിൻ്റെ ലിങ്ക് എനിക്ക് അറിയില്ല, ഇതിൻ്റെ ആൻറ്റി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു. എനിവേസ്, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ജാമിയ മിലിയ ഇസ്ലാമിയ ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റി. അതൊരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയാണ്. CUT അല്ല. CUT എടുക്കുന്ന കുറേ കോഴ്സുകളുണ്ട്, പക്ഷേ ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാം എഴുതണം. പിന്നെ ഞാൻ എഴുതിയത് CUTക്ക് സെപ്പറേറ്റ് ആയിട്ടും ഫൈനാൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റി കിട്ടുകയാണെങ്കിൽ അതിൽ പോവാം, ജാമിയ കിട്ടുകയാണെങ്കിൽ അതിൽ പോവാം, ആ ഒരു തോട്ടിലായിരുന്നു. അങ്ങനെ ജാമിയൻ്റെ എൻട്രൻസ് വരുന്നത് ഡൽഹി പോയി എഴുതണം. CUT നമുക്ക് നാട്ടിൽ ബാക്കി എക്സാമിൻ്റെ പോലെ സെൻറ്റേഴ്സിൽ പോയിട്ട് എഴുതാം. അറ്റ് ദ സെയിം ടൈം ഞാൻ ജപ്പാനിലോട്ട് അപ്ലൈ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജപ്പാനിൽ നമുക്കറിയണ പോലെ ഇത് ഞാൻ ഓൾറെഡി കോച്ചിങ്ങിന് പോകുന്നുണ്ട് ഈ സൈഡിൽ. ആൻഡ് ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ നെക്സ്റ്റ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ഒരു ഐഡിയ ഇല്ല നെക്സ്റ്റിൽ എങ്ങനെ ചെയ്യണമെന്ന്. നെക്സ്റ്റ് അലുമിനീസിന് അറിയില്ല, ലൈക്ക് ഒരു ഐഡിയ ഇല്ല. ഇവരാണെങ്കിലും ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ആൻറ്റി ആണെങ്കിലും അമ്മയാണെങ്കിലും പപ്പാണെങ്കിലും അങ്കിളാണെങ്കിലും എല്ലാവരും ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നില്ല. എങ്ങനെ രീതിയിൽ ഗൂഗിളിൽ നിന്ന് എടുത്ത് അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്കൊന്ന് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഇൻവാലിഡ് ആയി പോയെന്ന്. ലൈക്ക് ആപ്ലിക്കേഷൻ അങ്ങോട്ട് എത്തിയിട്ട് പോലും ഇല്ല നെക്സ്റ്റിൻ്റെ. പിന്നാണെങ്കിൽ നെക്സ്റ്റിൽ ഞാൻ അന്ന് നോക്കിയപ്പോൾ അന്ന് നമുക്ക് ഒരുപാട് നോളജും കാര്യങ്ങളും ഇല്ല, എങ്ങനെയാണ് നോക്കേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ഏത് കോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് അതിന് എൻട്രൻസ് ഉണ്ടോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എനിവേസ് നെക്സ്റ്റ് അവിടെ നിന്നു. പിന്നെ എനിക്ക് ഉണ്ടായ ഓപ്ഷനായിരുന്നു ടോക്കിയോ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി. ഇതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണ്. സ്കോളർഷിപ്പും കിട്ടും. അപ്പോൾ ദാറ്റ് സൗണ്ടഡ് ലൈക്ക് എ ഗുഡ് ഓപ്ഷൻ. കാരണം നമുക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ നാട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുണ്ടായത് ഈ ഒരു യൂണിവേഴ്സിറ്റിയാണ്. നല്ല ക്യാമ്പസാണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, നല്ല അലുമിനീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഇതിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കാൻ. ആൻഡ് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ അവരെ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തു, SOP എഴുതി, ട്യൂഷൻ റിഡക്ഷൻ കാര്യങ്ങൾ എഴുതി. അഫ്കോഴ്സ് ഞാൻ AI ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു SOP ഉണ്ടാക്കുക, SOP എന്താണെന്ന് പോലും അന്ന് അറിയില്ല. കാരണം ജസ്റ്റ് നമ്മൾ അന്ന് 12th കഴിഞ്ഞ് ആ ഒരു പീരീഡിലാണ്, ഒരു മാസം 2 മാസം ഈ ഒരു പീരീഡിലാണല്ലോ ഇത് നടക്കണം. അപ്പോൾ ChatGPT ഒന്നും വന്ന് നമ്മൾ അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യുന്ന പോലും ഇല്ല. പക്ഷേ ഞാൻ ഒരുപാട് ജസ്റ്റ് അതിൽ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഇപ്പോൾ എനിക്കറിയാം ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ റിക്വയർമെൻ്റ് ആണ്, എങ്ങനെയാണ് SOP ഉണ്ടാക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക്. പക്ഷെ അന്ന് എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ കാരണം ഞാൻ 10th വരെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഒരുപാട് നമ്മുടെ സബ് ജില്ലയാണെങ്കിലും ജില്ലാ കലോത്സവമാണെങ്കിലും ശാസ്ത്രമേള ആണെങ്കിലും പിന്നെ ആർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് അവാർഡ്സും കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഷോക്കേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ AIൻ്റെ ഹെൽപ്പോട് കൂടെ ഉപയോഗിച്ചിട്ട് ഒരു SOP ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചു. അങ്ങനെ ഞാൻ പിന്നെയാണ് നമ്മുടെ ജാമിയ എൻട്രൻസ് വരുന്നത്. ജാമിയായിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ്. ജാമിയ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഡൽഹിയിലാണ് എൻട്രൻസ് വരുന്നത്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഡൽഹി പോയിട്ടില്ല അതുവരെ. അപ്പം നമ്മൾ ഡൽഹി പോകുന്നൊരു ചാൻസും കൂടിയാണ്. അങ്ങനെ ഞാനും UCയുടെ എൻ്റെ കൂടെ വന്ന സെയിം കസിൻ നമ്മൾ രണ്ടുപേരും കൂടെ വീണ്ടും ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ് കയറി. നമ്മുടെ മെയിൻ ഉദ്ദേശം ഡൽഹി കാണണം, കറങ്ങണം, താജ്മഹൽ പോയി കാണണം, ആഗ്രയിൽ, ഇതൊക്കെയാണ്. പക്ഷേ എക്സാം എഴുതാം. അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി. എനിക്ക് തോന്നുന്നു അതിൻ്റെ തലേന്ന് നമ്മൾ കറങ്ങാൻ പോയി. എക്സാമിൻ്റെ തലേന്ന് നമ്മൾ നിസാമുദ്ദീനിലും അങ്ങനെ ജസ്റ്റ് കറങ്ങാൻ പോയി. പിറ്റേ ദിവസം എക്സാമാണ് രാവിലെ. ജാമ്യേൻ്റെ തൊട്ടടുത്താണ് നമ്മൾ റൂം എടുത്തത്. ഞാൻ എക്സാമിന് പോയി. ഓഫ്കോഴ്സ് എക്സാം എഴുതാൻ പോവാൻ ടെൻഷനാണ്. ഒറ്റ മലയാളി പോലും ഇല്ല. ഞാൻ പോയപ്പോൾ എല്ലാവരും മറ്റേ നമ്മുടെ ഡ്രോയിങ് ബോർഡ് ഉണ്ടല്ലോ, വലിയ ബോർഡ്, അത് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബോർഡൊന്നും കൊടുത്തിട്ടില്ല, കാരണം ഞാൻ ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ബോർഡെല്ലാം എടുത്ത് വരാണ്ടേക്ക് ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇത് കിട്ടുമല്ലോ എന്ന് നമുക്ക് അറിയില്ലല്ലോ, ട്രൈ ചെയ്ത് നോക്കുകയാണല്ലോ. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫസ്റ്റ് ട്രൈലൊന്നും കിട്ടാറില്ല ആർക്കും ഒരു എക്സാമിനും. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, ഇത് കഴിയുമ്പോൾ നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാം. അതായിരുന്നു പ്ലാൻ. എനിവേസ് ഞാൻ അവിടെ പോയപ്പോൾ ഒരു കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ബോർഡില്ലാണ്ടാണോ എക്സാമിന് വന്നിട്ടുള്ളത്, ബോർഡ് വേണമല്ലോ ഒക്കെ പറഞ്ഞ്. ആൻഡ് ഐ വാസ് ലൈക്ക് അയ്യോ ബോർഡില്ലാത്തതുകൊണ്ട് തോറ്റു, എക്സാം തോറ്റു അതിന് വെച്ചു. പക്ഷേ പിന്നെ ഇനിയിപ്പോൾ തിരിച്ചു പോയി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എനിവേസ് ഞാൻ പോയി എക്സാം ഹോളിൽ കയറി. ഫസ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ എല്ലാ എക്സാമിനെ പോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആർട്ടിനെ പറ്റിയുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, എല്ലാം കൂടെയാണ്. ഇത് ഭയങ്കര ഈസിയാണ്. നമ്മൾ മറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ പോലെ ജാമ്യേൻ്റെ ഫൈൻ ആർട്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടഫല്ല, ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ബുദ്ധി വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ
എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് നമുക്ക് ലാ പ്രോക്സിമിൽ നിന്ന് ഓൾറെഡി കിട്ടിയ കാരണം എനിക്ക് വല്ലാണ്ട് ചിന്തിക്കണമെന്നും ആവശ്യം വന്നില്ല. പക്ഷേ ഇത് ഭയങ്കര ഈസി ആയതിനെ കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വല്ലാണ്ട് കൂടും. ടഫ് ആകുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ കുറയും. ഫസ്റ്റ് സെഷൻ അതായിരുന്നു. സെക്കൻഡ് സെഷൻ നമുക്കൊരു ലോഗോ തന്നിട്ട് ആ ലോഗോനെ നമ്മൾ മാറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കുണ്ടായത്. തേർഡ് സെഷൻ വന്നത് ഒരാൾ അവിടെ നമ്മളെ റൂമിൽ വന്നിരുന്നു. അയാളെ നമ്മൾ പോർട്രേറ്റ് വരക്കണം. മുഖം മാത്രം വരക്കുമെങ്കിലും ഫുൾ ബോഡി ഒന്നും ഞാൻ അതുവരെ വരച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉള്ളൊരു വ്യൂ ആണ് വരക്കാൻ വന്നത്. നമ്മൾക്ക് എങ്ങനെയാണോ കണ്ണ് ആ വ്യൂ ആണ് നമ്മൾ വരക്കേണ്ടത്. അപ്പോൾ അവർ ടേബിൾ ഉണ്ടാവില്ല, ആ ടേബിളിൻ്റെ മുകളിലാണ് ഇയാൾ കസേര ഇട്ടിട്ട് അതിലാണ് മൂപ്പര് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് എനിക്ക് വന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് വലിയൊരു ഷീറ്റാണ് തരിക. ആ ഒരു ഷീറ്റിൽ നമ്മൾ ഈ ടൈം കൊണ്ട് ഈ ആളെ വരക്കണം. പറ്റുന്ന അത്രയും ബെസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് നല്ല ഭംഗിയിൽ തന്നെ വരച്ചു. ട്രെയിൻ കയറി നേരെ നാട്ടിലോട്ട് വന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. പിന്നെ നേരെ CUT ആണ് ഉണ്ടായത്. CUT എനിക്ക് തോന്നുന്നു പെരിന്തൽമണ്ണയിൽ ഒരു എക്സാം സെൻറ്റർ ഉണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റ് നമ്മൾ CUT ഓരോ സബ്ജക്റ്റ് ആണല്ലോ എടുക്കുക. CUT മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ CUT എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തു തരാം. ബിക്കോസ് ഐ നോ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് CUT. ഞാൻ ഓരോ പ്രോസസ്സും ചെയ്ത കാരണം ജാമ്യ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെയാണ് എക്സാം പ്രിപ്പറേഷൻ അത് വേണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. എനിവേസ് CUT ഒരു സെൻറ്റർ പെരിന്തൽമണ്ണയും ഒരു സെൻറ്റർ തിരൂരുമാണ് വന്നത്. ഇത് രണ്ടും ഞാൻ പോയി എഴുതി. അങ്ങനെ ഞാൻ ജാമ്യേൻ്റെ എൻട്രൻസ് വന്നു. എനിക്ക് തോന്നുന്നു എത്ര കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ മുന്നേ ആണല്ലോ സംഭവിച്ചത്. ജാമ്യേൻ്റെ എൻട്രൻസ് വന്നു. ഓൾ ഇന്ത്യ റാങ്ക് 3. ഐ വാസ് ലൈക്ക് വാട്ട് ഈസ് ഇവൻ ഹാപ്പനിങ്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. കാരണം നമ്മൾ നമ്പർ മാത്രമേ വരിക, പേരൊന്നും ഇല്ല. അപ്പോൾ ഐ വാസ് ഇൻ ഡിനായൽ. കാരണം അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പോൾ എന്തായി, ഐ വാസ് ഓഫ് കോഴ്സ് ഡൽഹി പോകണം. ജാമ്യയിൽ ഫൈൻ ആർട്സ് ഉറപ്പിച്ചു. ഞാൻ ബാച്ചിലേഴ്സ് ഓഫ് ഫൈൻ ആർട്സ് ഇൻ അപ്ലൈഡ് ആർട്ടായിരുന്നു എൻ്റെ കോഴ്സ്. അപ്പോൾ തന്നെ നമ്മൾ പോകാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവർക്കും രണ്ട് അലിഗഡിലാണ്, ഒരാൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. നമ്മൾ ട്രൈ ചെയ്ത ബാക്കി കുറേ പേര് ജാമ്യയിലാണ്. ട്രൈ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലാ പ്രോക്സിമ ഒരു ഓപ്ഷൻ. അവിടെ പോയി അഡ്മിഷൻ എടുക്കണം ആദ്യം, 12th സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ 12th റിസൾട്ട് വന്നിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 2 വീക്കോ 3 വീക്കോ എന്തോ ആകുമ്പോഴേക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എന്നെ ആക്കിത്തരാൻ എൻ്റെ കസിന് വന്നു. നമ്മൾ രണ്ടുപേരും കൂടി ഡൽഹി പോയി. ബൈ ദ വേ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഓർത്ത് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങോട്ട് മഴ പെയ്യില്ല ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഹൗ ഡമ്മായി. ഇത് ജസ്റ്റ് പ്ലാൻസ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് മഴ പെയ്യും. ഞാൻ ഇനി മഴയിൽ കുളിച്ച് ഇരിക്കാൻ പോവാണ് അവിടെ. ജാമ്യ മൊത്തം പറഞ്ഞിട്ട് അയ്യോ ഇമ്പോർട്ടൻ്റ് പാർട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. വൈഫൈ കണക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുക, ആ ഹാളിൽ ഇരിക്കുകയാണ്. നമ്മൾ എത്തിയിട്ട് ഓഫ്കോഴ്സ് ഡൽഹി സമ്മറിലാണ് എത്തിയത്. അപ്പോൾ ഭയങ്കര ടയേർഡായിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് മെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ ജപ്പാനിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ഫസ്റ്റ് ഡേ ഓഫ് യൂണിവേഴ്സിറ്റി ഇൻ ജാമ്യ എനിക്ക് ജപ്പാനിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ ഉദ്ദേശിച്ച കോഴ്സ്, നമുക്ക് ഒരുപാട് കോഴ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഡിജിറ്റൽ ബിസിനസ് ആൻഡ് ഇന്നോവേഷൻ. അതിലോട്ട് കിട്ടി. അത് മാത്രമല്ല 50% സ്കോളർഷിപ്പും ഉണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ജാമ്യയിലെത്തി, അങ്ങോട്ട് പോകണോ അറിയില്ല, ഒന്നും അറിയില്ല. ഇനി പ്രശ്നം എന്താ വെച്ചാൽ ജപ്പാനിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും വിസ നമുക്കൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂണിവേഴ്സിറ്റി ത്രൂ ആണ് ചെയ്യുക. നമ്മളും യൂണിവേഴ്സിറ്റിയും ത്രൂ ആണ് ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുക. പക്ഷെ അത് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജാപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ ഏജൻസിൻ്റെ കൂടെയാണ് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഐ വാസ് ക്വയറ്റ് സ്കെയർഡ്. കാരണം അത് അഥവാ വിസ കിട്ടിയിട്ടില്ല, ഇവിടുന്ന് ഞാൻ ഇറങ്ങി, അപ്പം മൊത്തത്തിൽ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, അത് പ്രൊസീഡ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ജാമ്യയിൽ നിന്നുകൊണ്ട് തന്നെ അത് പ്രൊസീഡ് ചെയ്യാം. അഥവാ നടക്കണില്ലെങ്കിൽ ജാമ്യ കണ്ടിന്യൂ ചെയ്യാം. അതായത് ഒരു സെമസ്റ്റർ കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ അവിടെ അവർ കൺഫേം ആക്കും ജാമ്യയിൽ. ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷനിലോട്ട് വേറൊരു കുട്ടിക്ക് കയറാൻ പറ്റും. അതായത് എനിക്കൊന്നും 3rd അലോട്ട്മെൻറ്റോ അങ്ങനെ എന്തോ ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ ഓർത്തു എന്തിനാ വെറുതെ ഞാൻ കാരണം ഒരു കുട്ടീൻ്റെ അഡ്മിഷൻ പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല ഈ 3 മാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്കും ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അയ്യോ മഴത്തുള്ളിലോ ഊറ്റണോ, ഇതിനുള്ളിലാണെങ്കിൽ നമുക്ക് നമ്മുടെ 12th-ൻ്റെയും 10th-ൻ്റെയും സർട്ടിഫിക്കറ്റ്സ് കിട്ടാനും TC കിട്ടാനും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു 3 മാസത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ജാമ്യയിൽ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തു. ഡൽഹിയിൽ ഞാൻ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ കണ്ടു. യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും പുറത്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ഡൽഹി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രോത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ്. ഈ 3 മാസം കഴിഞ്ഞപ്പോൾ ജാമ്യയിൽ നിന്ന് ഇറങ്ങി നാട്ടിലോട്ട് വീണ്ടും നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറി. ജപ്പാനിലോട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അങ്ങനെയാണ്
ഈ ഒരു പ്രോസസ്സ് ഇവിടെ വരെ എത്തിയത്. ഒരു ഒക്ടോബർ സമയത്താണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ജപ്പാനിലെ സെമസ്റ്റർ തുടങ്ങാൻ നെക്സ്റ്റ് മാർച്ചിലാണ്. അപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ വിസ അടിച്ച് കിട്ടുന്നവരെ നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് ആയിരിക്കണം. പക്ഷേ എനിവേസ് പഠിച്ചിന് കൊടുത്തു നമ്മൾ എന്താ നടക്കണം, അപ്പോൾ അവിടെ വെച്ച് കാണാൻ വിചാരിച്ചിട്ട് കാത്തുന്നു. ഞാൻ ടയേർഡായി. എനിവേസ് ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. കാര്യങ്ങളും ഫില്ല് ചെയ്യണം, പാസ്പോർട്ട് അയച്ചു കൊടുക്കണം. VFSൽ കൊച്ചി VFS ഓഫീസിലാണ്, VFSിലെ പേര് ഓഫീസിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ആണ്. ഇൻ്റർവ്യൂ കാര്യങ്ങൾ അങ്ങനെയൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റീനെ പറ്റി പറയുന്ന വീഡിയോയിൽ പറയാം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ഒരു ഫെബ്രുവരി ആയപ്പോൾ വിസ വന്നു. മാർച്ച് ആയപ്പോൾ ഞാൻ ജപ്പാനിലോട്ട് കയറി. ഇവിടെ എത്തി മാർച്ചിൽ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ജപ്പാൻ യൂണിവേഴ്സിറ്റി ലൈഫിലോട്ട് കയറി. ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വലിയൊരു വീഡിയോ ആണ്, ബിക്കോസ് ഐ കെപ്റ്റ് ടോക്കിംഗ്. ഐ ലവ് ടോക്കിംഗ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടും യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത വെച്ചാൽ ആരും കാണാനുണ്ടാവില്ല വിചാരിച്ചിട്ടാണ്. എനിക്കറിയില്ല ഈ വീഡിയോ ഞാൻ ആരൊക്കെ കാണുന്നൊന്നും. പക്ഷേ എൻ്റെ പറ്റി ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് സെൻഡ് ദിസ് ലിങ്ക്. പിന്നെ ആണെങ്കിൽ കുറച്ചൊരു 5-6 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ എന്താ ഞാൻ എന്നെ പറയണമെന്ന് വിചാരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ദാറ്റ്സ് ഫൈൻ. അതിലല്ല എൻ്റെ ഫണ്ണ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോയിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട്, അതായിരിക്കും നെക്സ്റ്റ് വീഡിയോ. TIU ടോക്കിയോ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തത്, എന്തൊക്കെ എൻട്രൻസ് ടെസ്റ്റാണ് ഞാൻ എഴുതിയത്, SOP എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, ഇതൊക്കെയാവും നെക്സ്റ്റ് വീഡിയോ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ജപ്പാനിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിനെയും പറ്റി ചെയ്യാം. നെക്സ്റ്റ് സ്കോളർഷിപ്പിനെ പറ്റി പറയാം. അങ്ങനെയാവും നമ്മളിനി ചെയ്യാൻ പോണത്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ. Anyways, that's it. Thank you for watching. Bye.